ഓക്കെ, സിവിലിയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ട നാളത്തെ കാത്തിരിപ്പാണ് റെയിൽവേയുടെ മറ്റൊരു എക്സാമിന് വേണ്ടി. 2018 നടന്ന ഒരു എക്സാമിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ മുതൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സംശയവുമായി ഇവിടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പലതരം സംശയങ്ങളാണ്. ചിലവർക്ക് ഏത് സോൺ കൊടുക്കണമെന്നുള്ള സംശയം, ചിലവർക്ക് ഏജ് ലിമിറ്റിനെ പറ്റിയുള്ള സംശയം, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിനെ പറ്റിയുള്ള സംശയം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുമായി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇവിടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അങ്ങനെയുള്ള സംശയങ്ങൾക്ക് വേണ്ടിയാണ്, അങ്ങനെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. വൈകാതെ തന്നെ എല്ലാവരും അക്ഷമരായി വെയിറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം. ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഹൗ ടു അപ്ലൈ, സെലക്ഷൻ പ്രോസസ്സ്, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സംശയം വരാനിടയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാം. എങ്ങനെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, വാട്ട് ഈസ് യുവർ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, അതെല്ലാം നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഞാൻ ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ 2018 ഡേറ്റാസും കൂടെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴത്തേക്കായിരിക്കും എക്സാം എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ 2018 ഇത് കേസ് എടുക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് വന്നത് 2/1/19. കൃത്യം ഒരു മാസം ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അന്ന് തന്നിരുന്നത്. ഇത്തവണയും വലിയ മാറ്റമൊന്നുമില്ല, കൃത്യം ഒരു മാസം തന്നെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ അതേ ഫോർമാറ്റ് പിന്തുടർന്നു കഴിഞ്ഞാൽ ആദ്യത്തെ CBT-1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നാണ് CBT-1 ന്റെ ഫുൾ ഫോം. അപ്പോൾ CBT-1 ഏകദേശം ഒരു ഡിസംബർ ജനുവരി മാസം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ CBT-2 രണ്ടാമത്തെ ടയർ എക്സാം എന്ന് പറയുന്നത് ഏകദേശം മാർച്ചിലോ ഏപ്രിൽ മാസത്തിലോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇതൊക്കെ കഴിഞ്ഞ വട്ടത്തെ അതേ പാറ്റേൺ പിന്തുടരുന്നു എന്നൊരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാനിത് പറയുന്നത്, എക്സാക്ട് ഡേറ്റ് അല്ല. അതേപോലെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? നിങ്ങൾക്ക് ബിടെക് ഡിഗ്രിയോ ഡിപ്ലോമയോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഒന്നുകിൽ ഡിപ്ലോമ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ബിടെക് ഡിഗ്രി എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം 7000 ചില്ലാനും വേക്കൻസികളാണ് ഇത്തവണ വന്നിരിക്കുന്നത് ടോട്ടൽ. നമുക്ക് വേക്കൻസിയിലേക്കൊക്കെ നമുക്ക് പോകാം. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. റിസർവേഷൻ അനുസരിച്ച് ഇപ്പോൾ OBC അല്ലെങ്കിൽ SC/ST-കാർക്ക് അത് പ്രകാരമുള്ള ഇളവുകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതാ നോക്കിയേ, ഏജ് ലിമിറ്റ് ഇപ്പം അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS-കാർക്ക് 2/1/1989 ശേഷം ജനിച്ചവരായിരിക്കണം. OBC-കാരാണെങ്കിൽ 2/1/1986 ശേഷം ജനിച്ചവരും. SC/ST ആണെങ്കിൽ കുറച്ചുകൂടി ഇളവുണ്ട്, 84 ശേഷം ജനിച്ചവരായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഏജ് ലിമിറ്റ്. 18 മുതൽ 36 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഇതെല്ലാവരും വറീഡാവേണ്ട ഒരു കാര്യമല്ല. ഗ്ലാസുകൾ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഗ്ലാസ് ഉപയോഗിക്കുന്നവർ മാത്രം നിങ്ങളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി. അവരുടെ വെബ്സൈറ്റിൽ ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേയുടെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ, നമ്മുടെ ഡ്രോപ്പ് ഡൗണിൽ നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. അതുവഴി അപ്ലൈ ചെയ്താൽ മതി. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി സിവിലിയൻസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സിവിലിയൻസിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാർ ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ഞങ്ങളത് ഹെൽപ്പ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻഡ് ഡേറ്റ് 29 ഈ മാസം 29 ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യേണ്ടതാണ്. സെലക്ഷൻ പ്രോസസ്, ഇതൊരു 4 ടയർ സെലക്ഷൻ പ്രോസസ് ആണുള്ളത്. ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, അതേപോലെ അവിടുന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് ടെസ്റ്റ് 2 ഉണ്ട്, പിന്നെ മെഡിക്കൽ ടെസ്റ്റ്, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ CBT-1 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് പ്രോസസ്സ് മാത്രമാണ്.
അതൊരു സ്ക്രീനിങ് പ്രോസസ്സ് മാത്രമാണ്. കാരണം ഒരുപാട് പേര് അപ്ലൈ ചെയ്യുമല്ലോ, ഒരുപാട് പേര് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റാണ് CBT-1 എന്ന് പറയുന്നത്. ഓക്കെ, അത് CBT-1ന്റെയും CBT-2ന്റെയും മാർക്ക് ആഡ് ചെയ്തിട്ടല്ല റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ മാർക്ക് നോക്കുന്നത്. ഇത് തിരഞ്ഞെടുക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു ടെസ്റ്റാണ്. ഇതിന്റെ മാർക്ക് രണ്ടാമത്തെ ടെസ്റ്റിന്റെ കൂടെ കൂട്ടിയിട്ടൊന്നുമല്ല നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി എക്സാം പാറ്റേൺ, ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. CBT-1ന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ സ്ക്രീനിങ് എക്സാമിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് എന്നിവയാണ്. അതിന്റെ മാർക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സിന് 30 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസൺ നമ്മളുടെ IQ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ലോജിക്ക് നോക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് 25 മാർക്കിന്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്, അത് 15 മാർക്ക്. ജനറൽ സയൻസ് 30 മാർക്ക്, അതിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെയാണ് വരിക, അത് 30 മാർക്ക്. ആകെ ഡ്യൂറേഷൻ 90 മിനിറ്റ്, 100 മാർക്ക്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. 1/3 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നഷ്ടപ്പെടും നിങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ. ഇതിൽ കട്ട് ഓഫ് എത്ര വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കട്ട് ഓഫ് ഡിറ്റർമിൻ ചെയ്യുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ മിക്കവാറും പേര് വിളിച്ചിട്ട് ചോദിക്കുന്ന കാര്യം, സാറേ എത്രയായിരിക്കും കട്ട് ഓഫ് വരിക എന്നൊക്കെയാണ്. കട്ട് ഓഫ് നമുക്ക് പറയാൻ സാധിക്കില്ല എത്ര വരുമെന്ന്. സാധാരണഗതിയിൽ അവർക്ക് നമ്പർ ഓഫ് വേക്കൻസിയുടെ 15 ഇരട്ടി ആൾക്കാരെയാണ് സ്ക്രീനിങ് പ്രോസസ്സിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് കട്ട് ഓഫ് നമുക്ക് ഒരു കാരണവശാലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് വെച്ച് വേണമെങ്കിൽ പറയാം, അതല്ലാതെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനിയും CBT-2ന്റെ പാറ്റേൺ നമുക്ക് നോക്കാം. ജനറൽ അവയർനെസ് 15 മാർക്ക് ഇവിടെയും വരുന്നുണ്ട്, ജനറൽ അവയർനെസ് ഇവിടെയും വരുന്നുണ്ട്, ജനറൽ അവയർനെസ് CBT-2നും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു പോർഷൻ തന്നെയാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. അതുപോലെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 മാർക്കിന് ഇവിടെയും വരുന്നുണ്ട്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഇവിടെ ജനറൽ സയൻസിൻ്റെ അകത്തും വരുന്നുണ്ട്. സോ അതും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതാത്ത ഒരു ടോപ്പിക്കാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കാരണം 2 ടയറിനും അത് ആവശ്യമായിട്ട് വരും. 3 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 10 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോളും 10 മാർക്ക്. ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് 100 മാർക്ക്. ആകെ 2 മണിക്കൂറിന്റെ എക്സാം ആണ്. പിന്നെ CBT-2ന് നിങ്ങൾക്ക് വിർച്വൽ കാൽക്കുലേറ്റേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം എന്നർത്ഥം ടെക്നിക്കൽ പോർഷൻസിൽ നിന്ന്. ഇനി ഡീറ്റെയിൽഡ് എക്സാം സിലബസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ എടുക്കാവുന്നതാണ്. മാത്തമാറ്റിക്സിന് എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, ജനറൽ ഇന്റലിജൻസിന് എന്തൊക്കെ പഠിക്കണം, ജനറൽ അവയർനെസ്സിന് എന്തൊക്കെ പഠിക്കണം, ജനറൽ സയൻസിന് എന്തൊക്കെ പഠിക്കണം. ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടൊന്നും പഠിക്കേണ്ട. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ലൈഫ് സയൻസ് ബയോളജി ബേസ്ഡ് അപ് ടു 10th സ്റ്റാൻഡേർഡ് CBSE സിലബസ്, ആ ഒരു ലെവലിൽ പഠിച്ചാൽ മതി. ഇൻഡെപ്ത് ആയിട്ടൊന്നും നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്കത് പഠിക്കാനായിട്ടുള്ള സമയവുമില്ല എന്നുള്ളതാണ് സത്യം. ഹൗ ടു പ്രിപ്പയർ, ഇവിടെയാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഭാഗം. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നത് ഈ എടുത്താ പൊങ്ങാത്ത സിലബസ്. ആക്ച്വലി ഇതൊരു എടുത്താ പൊങ്ങാത്ത സിലബസ് തന്നെയാണ് ഇവരിട്ടിരിക്കുന്നത്. ഒരുപാട് വൈഡായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഇൻഡെപ്ത് ആയിട്ടൊന്നും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് എന്ന് ഞാൻ പറയുന്നത് ജനറൽ അവയർനെസ് പോർഷൻ. അതേപോലെ തന്നെ ഇത് ജനറൽ അവയർനെസ് വിട്ടുകളയരുത് എന്ന് പറയാൻ കാര്യം എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞു, 2 എക്സാമിനും വരുന്നതാണ്. CBT-1നും വരുന്നതാണ്, CBT-2നും വരുന്നതാണ് ജനറൽ അവയർനെസ്. ഒരു കാരണവശാലും വിട്ടുകളയരുത്. പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് തൊട്ട് ഇനി പത്രം വായിക്കാം അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ അതും നടക്കത്തില്ലല്ലോ. അപ്പൊ എപ്പോഴും ഏതെങ്കിലും കോച്ചിങ് സെന്ററിന്റെ സഹായത്തോടെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് ഇനി എല്ലാ ദിവസവും പത്രം വായിച്ച് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള സമയം ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതേപോലെ ജനറൽ സയൻസ് നിങ്ങൾ തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും എപ്പോഴും കോച്ചിങ് സെന്ററിന്റെ ഏതെങ്കിലും കോച്ചിങ് സെന്റർ, ഇവിടെ തന്നെ പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, സിവിൽ എഞ്ചിനീയറിന്റെ കോഴ്സ് തന്നെ എടുക്കണമെന്നും ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും കോച്ചിങ് സെന്ററിന്റെ സഹായത്തോടെ പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് കൂടുതൽ നിങ്ങൾ പഠിച്ച് വെറുതെ സമയം കളയും. അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്തൊരു മേഖലയാണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല തന്നെയാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. അപ്പോൾ സാധാരണഗതിയിൽ
തിരുവനന്തപുരം, ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, സെക്കന്ദരാബാദ് ഈ 5 സോണുകളാണ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ സെലക്ട് ചെയ്യാറുള്ളത്. ഇവിടങ്ങളിൽ അങ്ങനെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ കൊടുക്കുന്നത് നന്നേ കുറവെന്ന് തന്നെ പറയാം. ഈ 5 സോണുകൾ തിരുവനന്തപുരം, ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, സെക്കന്ദരാബാദ് ഇവിടെയാണ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. വേക്കൻസികളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. തിരുവനന്തപുരത്ത് മൊത്തം 50 വേക്കൻസികളാണുള്ളത്. ബാംഗ്ലൂർ 182 വേക്കൻസി, ചെന്നൈയിൽ 138 വേക്കൻസി, മുംബൈ 428 വേക്കൻസി, സെക്കന്ദരാബാദ് 368 വേക്കൻസികളാണ്. അപ്പോൾ വേക്കൻസി കൂടുതലുള്ളിടത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി സാധ്യത കൂടുതലാണ് എന്നതിൽ പറയുന്നതിൽ കഴമ്പില്ല. കാരണം വേക്കൻസികൾ കൂടുതലുള്ള സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളും അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ പിന്നെ വേക്കൻസി കുറവുള്ളിടത്ത് കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളിടത്ത് ആൾക്കാർ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണവും പൊതുവെ കൂടുതലായിരിക്കും. ഇനി പോസ്റ്റ് പ്രിഫറൻസ്, ഇതും ആൾക്കാർ കൺഫ്യൂഷനോടെ ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്ന ഒരു മേഖലയാണ്. സർ, ഏതാണ് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? നമുക്ക് ഈ പോസ്റ്റിനെ 3ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓഫീസ് ഡ്യൂട്ടി, ഷിഫ്റ്റ് ഡ്യൂട്ടി, എമർജൻസി ഡ്യൂട്ടി. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്ത് കണ്ടുവരുന്നത് ഓഫീസ് ഡ്യൂട്ടിയാണ്. കാര്യമായ ബുദ്ധിമുട്ടേറിയ വർക്കൊന്നുമില്ല, ജസ്റ്റ് ഓഫീസിൽ നിന്നുള്ള പണിയൊക്കെ ഉള്ളൂ, ഡിസൈനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡേ ഷിഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, അത് പറയാൻ പറ്റില്ല. എമർജൻസി ഡ്യൂട്ടി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഫീൽഡ് വർക്കാണ്, 24 hours ഡ്യൂട്ടി ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇത് ഏറ്റവും കുറച്ച് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഇതാണ്, ഫീൽഡ് വർക്ക് അല്ലെങ്കിൽ എമർജൻസി ഡ്യൂട്ടിയാണ്. എപ്പോഴും ഈ ഓർഡറിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും നല്ലത് ഓഫീസ് ഡ്യൂട്ടി ആണ്. അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടേറിയതാണ് ഷിഫ്റ്റ് ഡ്യൂട്ടി, ഏറ്റവും ബുദ്ധിമുട്ടേറിയതാണ് എമർജൻസി ഡ്യൂട്ടി. പക്ഷേ ഇതിനാണ് പൈസ കൂടുതൽ കിട്ടുക. 24 hour വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഒരു 10,000 രൂപയെങ്കിലും കൂടുതൽ കിട്ടാം. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജോലി എത്ര ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, പൈസയാണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കുക. സാലറി മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് അലവൻസ് ആണ് കേട്ടോ, അല്ലാതെ ബേസിക് പേ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ജോലി എത്ര കഠിനമായാലും കുഴപ്പമില്ല, പൈസ കൂടുതൽ കിട്ടിയാൽ മതിയെങ്കിൽ നിങ്ങൾ ഫീൽഡ് വർക്ക് ഓപ്റ്റ് ചെയ്യുക. സമാധാനപരമായിട്ടുള്ള ജീവിതമാണ്, പൈസ ഒരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസ് ഡ്യൂട്ടി സെലക്ട് ചെയ്യുക. ദാറ്റ്സ് അപ് ടു യു. ഇനി കട്ട് ഓഫിനെ നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ ഈ 3 കാര്യങ്ങളാണ്. നമ്പർ ഓഫ് വേക്കൻസി, അതേപോലെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ. ഈ 3 കാര്യങ്ങളാണ് കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത്. അതല്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല ഏകദേശം എത്ര കട്ട് ഓഫ് വരും എന്നൊക്കെയുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CBT 2-ന് വേക്കൻസിയുടെ 15 ഇരട്ടി വരെയാണ് സാധാരണഗതിയിൽ ആൾക്കാരെ എടുക്കാറുള്ളത്. അപ്പൊ അതിനനുസരിച്ച് കട്ട് ഓഫ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. ഇനി പ്രീവിയസ് കട്ട് ഓഫ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ കഴിഞ്ഞ വട്ടം ഏറ്റവും റീസെന്റ്, അതായത് 2018 എക്സാം നടത്തിയപ്പോഴത്തേക്കും വന്ന കട്ട് ഓഫ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇപ്പോ CBT 1-നാണെങ്കിൽ ജനറൽ കാറ്റഗറിക്കാർക്ക് കട്ട് ഓഫ് വന്ന 65-നും 70-നും ഇടയിലാണ്. അതുപോലെ ST 45 മുതൽ 50 വരെ, SC ആണെങ്കിൽ 50 മുതൽ 55 വരെ, OBC-ക്കാരാണെങ്കിൽ 55 മുതൽ 60 വരെയായിരുന്നു കഴിഞ്ഞ വട്ടം വന്ന കട്ട് ഓഫ്. ഇനി CBT 2 ആണെങ്കിലോ, ജനറൽ കാറ്റഗറിക്കാരാണെങ്കിൽ 65 മുതൽ 75 വരെ, OBC ആണെങ്കിൽ 60 മുതൽ 70 വരെയും, SC ആണെങ്കിൽ 55 മുതൽ 65 വരെയും, ST ആണെങ്കിൽ 50 മുതൽ 60 വരെയുമാണ്. ഏകദേശം 5 വർഷത്തെ ഗ്യാപ്പ് ഓൾറെഡി എക്സാമിൽ വന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ കട്ട് ഓഫ് തന്നെ വരാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഒരു വേരിയേഷൻ വന്നേക്കാം. കാരണം ഈ വട്ടത്തെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം പൊതുവെ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫിലും വ്യത്യാസം വന്നേക്കാം എന്നതാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. കട്ട് ഓഫ് കൂടിയേക്കാം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇനി സോൺ വൈസ് അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെന്നൈയിലെ സോൺ വൈസ് അനാലിസിസ് നമുക്ക് നോക്കാം. ഇപ്പോൾ സാധാരണ ഓഫീസ് വർക്കിൽ നിന്ന് ഫീൽഡ് വർക്കിലേക്കാണ് ഞാൻ ഈ പോസ്റ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചെന്നൈയിലെ ആദ്യത്തെ പോസ്റ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ആണ്, ICF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്പർ ഓഫ് വേക്കൻസി 7 അത് കൊടുക്കാവുന്ന ഒരു പ്രിഫറൻസ് തന്നെയാണ്. കാരണം എന്താണ്, ഓഫീസ് വർക്കാണ്, ഫീൽഡ് വർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. അതേപോലെ തന്നെ ഇതും ഓഫീസ് വർക്കാണ്, ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് എസ്റ്റിമേഷൻ സതേൺ റെയിൽവേ 49 വേക്കൻസികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, താഴേക്ക് വരുമ്പോഴത്തേക്കും ജൂനിയർ എഞ്ചിനീയർ സിവിൽ PV ആൻഡ് ബ്രിഡ്ജ്, ഞാൻ പറഞ്ഞ ഫീൽഡ് വർക്ക് എമർജൻസി വർക്കാണ് ഇവർ കാണിച്ചിരിക്കുന്നത്, അവിടെ 57 വേക്കൻസിയാണ്. അപ്പൊ ഞാൻ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓഫീസ് വർക്കിൽ നിന്ന്
എവിടേക്ക് എമർജൻസി ഡ്യൂട്ടി വരുന്ന രീതിയിലാണ് ഇത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടുന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും ലീസ്റ്റ് പ്രിഫറൻസ് വരുന്ന മേഖലയാണ്. ഇതാണ് ആൾക്കാർ തീരെ കുറച്ച് കൊടുക്കുന്നത്. ഏതാണ് പി-വേ ആൻഡ് ബ്രിഡ്ജ്. കാരണം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജോലിയായിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആകെ മൊത്തം 154 വേക്കൻസികളാണ് ചെന്നൈ റീജിയനിൽ നിന്ന് ഉള്ളത്. അതേപോലെ തന്നെ ഇതേ പാറ്റേൺ നമ്മൾ ബാംഗ്ലൂർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ജൂനിയർ എഞ്ചിനീയർ സിവിൽ വർക്ക്സ് ആൻഡ് റിസർച്ച് 54 വേക്കൻസി ഉണ്ട്, പൂർണ്ണമായിട്ടും ഓഫീസ് വർക്കാണ്. അതുപോലെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ 20 വേക്കൻസി, പൂർണ്ണമായിട്ടും ഓഫീസ് വർക്കാണ്. താഴേക്ക് വരുമ്പോഴത്തേക്കും ജൂനിയർ എഞ്ചിനീയർ സിവിൽ പി-വേ ആൻഡ് ബ്രിഡ്ജ് 102 വേക്കൻസികൾ, ഇത് ഫീൽഡ് വർക്കാണ്. ആകെ മൊത്തം 194 വേക്കൻസികൾ. നിങ്ങൾ ജോലി മീൻസ് പ്രിഫറൻസ് കൊടുക്കുമ്പോഴും ഈ ഒരു ഇതിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തിരുവനന്തപുരത്ത് പിന്നെ നമുക്ക് വേറെ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, കാരണം അധികം ഓപ്ഷൻസ് ഇല്ല. ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. ജൂനിയർ എഞ്ചിനീയർ സിവിൽ വർക്ക് ആൻഡ് റിസർച്ച് 22 വേക്കൻസി, ജൂനിയർ എഞ്ചിനീയർ സിവിൽ പി-വേ ആൻഡ് ബ്രിഡ്ജ് 28 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 50 വേക്കൻസികളാണ് തിരുവനന്തപുരത്തുള്ളത്. സെക്കന്ദരാബാദ് വേക്കൻസികളുടെ എണ്ണം പൊതുവെ കൂടുതലാണ്, 386 വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓഫീസ് വർക്കാണ്. ആദ്യം കൊടുത്തിരിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ഒക്കെ ഓഫീസ് വർക്കാണ്. നമ്പർ ഓഫ് വേക്കൻസി 63. ജൂനിയർ എഞ്ചിനീയർ സിവിൽ വർക്ക് ആൻഡ് റിസർച്ച് 56 വേക്കൻസി. അതൊക്കെ SCR എന്ന് പറഞ്ഞാൽ സദേൺ സെൻട്രൽ റെയിൽവേ ആണ്. ഏറ്റവും താഴെ ജൂനിയർ എഞ്ചിനീയർ പി-വേ ആൻഡ് ബ്രിഡ്ജ് സദേൺ സെൻട്രൽ റെയിൽവേ 202 വേക്കൻസി. അതുപോലെ പി-വേ ആൻഡ് ബ്രിഡ്ജ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ 29 വേക്കൻസി. ആകെ മൊത്തം 386 വേക്കൻസി. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സോണാണ് മുംബൈ. നമുക്ക് നോക്കാം, ആകെ മൊത്തം 555 വേക്കൻസികളാണ് ഇവിടെ ഉള്ളത്. ഇതും അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഫ്രം ഓഫീസ് വർക്ക് ടു ഫീൽഡ് വർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസികളുടെ എണ്ണം സോൺ തിരിച്ച് നമ്മൾ പറയുമ്പോൾ. പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിനെ പറ്റി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പല ഉദ്യോഗാർത്ഥികൾക്ക് പല സംശയങ്ങളുമുണ്ട്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റിനെ സംബന്ധിച്ച് ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ക്രിസ്റ്റൽ ക്ലിയർ വീഡിയോ നമ്മൾ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ലിങ്ക് ഇവിടെ ഞാൻ ഇട്ടേക്കാം, അതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ സംശയങ്ങളൊക്കെ തീരുന്നതാണ്. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിത് ഈ നമ്മുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി റെയിൽവേയിൽ കോണ്ടാക്ട് ചെയ്തിട്ടാണ് ആധികാരികമായി അതിനെപ്പറ്റി വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും വറീഡാവണ്ട, ഈ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വറീഡൊന്നും ആവണ്ട. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും ഒരു കോച്ചിങ് സെന്ററിന്റെ സഹായത്തോടെ പഠിക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിവിലിയൻസിന്റെ കോഴ്സ് എടുക്കാം. ഈ RRBJക്ക് വേണ്ടി മാത്രമുള്ള കോച്ചിങ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. നോൺ ടെക്നിക്കലും ടെക്നിക്കലും ഇത് രണ്ടും ഉള്ള കോഴ്സാണ് ഉള്ളത്. നോൺ ടെക്നിക്കൽ പോർഷൻസ് നിങ്ങൾക്ക് ലൈവ് പ്ലസ് റെക്കോർഡഡ് ആയിട്ടാണ് കിട്ടുന്നത്. കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റ് നടന്ന RRBJE എക്സാമിന്, അതായത് 2028 നടന്ന RRBJE എക്സാമിന് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ സർവീസിൽ എത്തിച്ച കോച്ചിങ് സെന്റർ ആണ് സിവിലിയൻസ്. അപ്പോൾ ഈ വർഷവും നമ്മൾ അതേ വിജയഗാഥ തന്നെ ആവർത്തിക്കും എന്നതാണ് ഞങ്ങൾ തരുന്ന ഉറപ്പ്. അപ്പോൾ നിങ്ങൾക്കതിന് പൂർണ്ണമായിട്ടും റെക്കോർഡഡ് വേർഷനിലുള്ള ബാച്ചസും ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ചസും ഉണ്ട്. നിങ്ങൾക്കത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസിനെ പറ്റി അറിയാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ ചോദിക്കാം. ആര്യ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, സർ അപ്ലൈ ചെയ്ത സോണിൽ തന്നെ ആയിരിക്കുമോ എക്സാം സെന്റർ കിട്ടുന്നത്? കഴിഞ്ഞ വർഷം വരെ അങ്ങനെയാണ്. ഇനി ഈ വർഷം മാറ്റം ഉണ്ടാവുമോ എന്നറിയില്ല, കാരണം 5 വർഷത്തെ ഗ്യാപ്പ് വന്നില്ലേ. കഴിഞ്ഞ വർഷം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ചെന്നൈ സോണാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ CBT 1 ഇവിടെ തന്നെ ആയിരുന്നു, CBT 2 ചെന്നൈ സോൺ, ചെന്നൈയിൽ എവിടെയെങ്കിലും ആണ് പോയി എഴുതേണ്ടത്. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു, ഈ വർഷം മാറുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിലുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ബേസ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഒരു സംശയമില്ല ആർക്കും? അങ്ങനെയാണ്. CBT 2 എക്സാം സിലബസ് ഒന്നുകൂടി കാണിക്കാമല്ലോ. നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഇൻഡെപ്ത് പഠിക്കരുത് കേട്ടോ. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചാലുള്ള ഒരു കുഴപ്പമാണ്,
നമ്മൾ കാണുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. ഇതാണ് CBT 2-ൻ്റെ പാറ്റേൺ. നിങ്ങൾ ഒരു കാരണവശാലും ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഒന്നും മിസ്സാക്കരുത്. അത് CBT 1-നും 2-നും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. സിവിലിയൻസിൻ്റെ കോച്ചിങ് ഓഫ്ലൈൻ അല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ കിട്ടും. ലൈവ് പ്ലസ് റെക്കോർഡഡ് ബാച്ചസ് ഉണ്ട്. NCL സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മതി കേട്ടോ. ഫീസ് നിങ്ങൾക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നു ടെക്നിക്കലും നോൺ ടെക്നിക്കലും കൂടെ ഏകദേശം 21,000 ആണെന്ന് തോന്നുന്നു. ഫുൾ പോർഷൻസ്. ആ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി പറഞ്ഞാണോ, അല്ലെങ്കിൽ പോർഷൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഐഡിയാസ് എന്തെങ്കിലും പോർഷൻസ് ഓരോ ഇപ്പം നമുക്ക് തീരെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റ് സബ്ജക്റ്റാണ്. ഹിസ്റ്ററി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പഠിച്ച് തീർക്കാനായിട്ട് എളുപ്പം ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ആയിരിക്കും. പിന്നെ ഇത് ഓരോരുത്തരുടെ ഓരോ ശക്തി കേന്ദ്രമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ചിലവർക്ക് മാത്സ് വളരെ എളുപ്പമായിരിക്കും, അങ്ങനെയുള്ളവർക്ക് മാത്സ് നോക്കാവുന്നതാണ്. ചിലപ്പം തീരെ പറ്റാത്ത ഒരാൾ മാത്സിന് വേണ്ടി ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവർക്ക് കിട്ടത്തില്ല. എങ്കിലും പൊതുവേ ഒരുപാട് കട്ടിയുള്ള പോർഷൻ ഒന്നും ആയിരിക്കത്തില്ല ചോദിക്കുക. ഒരു 10th ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 10th ലെവൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണഗതിയിൽ ചോദിക്കുന്നത്. ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വെച്ച് പഠിക്കാനിരിക്കേണ്ട, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോയാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾ കഴിഞ്ഞ വട്ടത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അത് വെച്ചൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഏകദേശം എങ്ങനെ ഏത് ലെവൽ ക്വസ്റ്റ്യൻ ആണ് വരിക എന്നറിയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ പഠിക്കണം എന്നൊരു ധാരണ വരും. ഇപ്പോൾ ജനറൽ അവയർനെസ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്നതിനൊരു പരിധിയുണ്ട്, ഒരുപാട് വൈഡാണ്. അപ്പോൾ എപ്പോഴും ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ സഹായത്തോടെ പഠിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഏത് മേഖലയാണ് പഠിക്കേണ്ടത് എന്നതൊക്കെ. ആര്യയ്ക്ക് NCL താലൂക്കിന് ഈസി ആയിട്ട് കിട്ടി എന്ന് പറഞ്ഞു ആഫ്റ്റർ വാച്ചിങ് സിവിലിയൻസ് വീഡിയോ. താങ്ക് യു ആര്യ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിൻ്റെ സംശയങ്ങളൊക്കെ. CBT 1 കഴിഞ്ഞിട്ട് ഏകദേശം എപ്പോഴാണ് CBT 2 ഉണ്ടാവുക? ഇത് ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി. ഏകദേശം ജാനുവരി കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഒരു 4 മാസം, CBT 1 കഴിഞ്ഞൊരു 3-4 മാസത്തിനകം CBT 2 നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ ആണ് പിന്തുടരുന്നതെങ്കിൽ. പിന്നെ നോൺ ടെക്നിക്കൽ മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സിവിലിയൻസിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഓഫർ പ്രൈസ് ഉണ്ട്, 5000 രൂപയ്ക്ക് നിങ്ങൾക്ക് നോൺ ടെക്നിക്കൽ പോർഷൻസ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാം. നോൺ ടെക്നിക്കലും ടെക്നിക്കലൂടെ ആണെങ്കിൽ 21. ഇത് ലൈവ് ആണോ റെക്കോർഡഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ആണ് കേട്ടോ. കറൻ്റ്ലി അത് നടക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് കിട്ടും. ഇനി എടുക്കാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ. പറഞ്ഞോളൂ. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ ഏതിൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണം അതാണോ പറഞ്ഞത്? ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണോ? അത് സിമ്പിളാണ്. നിങ്ങൾ വെയിറ്റേജ് നോക്കുക, വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. നമുക്കിത് നോൺ ടെക്നിക്കലും ടെക്നിക്കലും ഉണ്ടല്ലോ. പക്ഷെ ആദ്യത്തെ എക്സാമിന് നമുക്ക് പ്യുവർലി ഏത് മാത്രമാണ്? നോൺ ടെക്നിക്കൽ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ CBT 2 CBT 1 നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുക. പിന്നെ CBT 2 വെറും 4 മാസം, ഒരു 3 മുതൽ 4 മാസം വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ മൊത്തം പഠിച്ചു തീർക്കാൻ സാധിക്കത്തില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം. നോൺ ടെക്നിക്കലും ടെക്നിക്കലും ഒരേപോലെ കൊണ്ടുപോകണം. പ്രിഫറൻസ് കൊടുക്കുന്നത് CBT 1-നും CBT 2-നും ഒരുപോലെ വരുന്ന പോർഷൻസിനാണ് കൂടുതൽ പ്രിഫറൻസ്
ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ ജനറൽ അവയർനെസ് രണ്ടിനും വരുന്നതാ. CBT 1 കഴിഞ്ഞാൽ ഉപേക്ഷിക്കാവുന്നതല്ല. CBT 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപേക്ഷിക്കുന്ന സബ്ജക്ട്സിന് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. രണ്ടിനും ഒരുപോലെ വരുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നോൺ ടെക്നിക്കലിൻ്റെ കൂടെ ടെക്നിക്കലും കുറച്ച് വീതം കൊണ്ടുപോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CBT 2 നല്ലവണ്ണം എഴുതാൻ പറ്റൂ. കാരണം CBT 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ടെക്നിക്കൽ മൊത്തം പഠിച്ചു തീർക്കാൻ പറ്റില്ല. കേട്ടോ, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക, റിവിഷൻ കറക്റ്റായിട്ട് ചെയ്യുക. RRB നോൺ ടെക് ക്ലാസ്സസ് നല്ല ഹെൽപ്ഫുള്ളാണ്. താങ്ക് യു ജിബിൻ. ടെക് ആൻഡ് നോൺ ടെക് ബോത്ത് എത്രയാണ്? 21,000 ആണ് ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഒരുമിച്ച് എടുക്കുന്നതിന്. നോൺ ടെക്നിക്കൽ പോർഷൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് സജസ്റ്റ് ചെയ്യാമോ? അരിഹന്തിൻ്റെ നല്ല ബുക്കാണ് നന്ദന, അരിഹന്തിൻ്റെ ബുക്ക് നല്ലതാണ്. ടെക്നിക്കൽ മാത്രം എത്രയാണ്? ടെക്നിക്കൽ മാത്രം ഐ തിങ്ക് ഇറ്റ് ഈസ് 15,000 ഫുൾ റെക്കോർഡഡ്. ഓക്കെ, ഡൗട്ടൊക്കെ കഴിഞ്ഞോ? ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടോ? ഓഫ്ലൈൻ ക്ലാസ്സസ് നമുക്ക് ടെക്നിക്കലിന് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം അതിൽ കയറി, നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഏകദേശം 8 മാസത്തോളം വരും. ടെക്നിക്കലിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സസ് അത് എല്ലാ എക്സാമിനും വേണ്ടിയുള്ളതാണ്. നമ്മളുടെ റെയിൽവേ മാത്രമല്ല, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എല്ലാ പോർഷൻസും കൂടെ കവർ ചെയ്യുന്നതാണ് നമ്മളുടെ എന്താ പറയുക ടെക്നിക്കൽ ഡയറക്റ്റ് ബാച്ച്. അപ്പോൾ അത് ഏതായാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എക്സാമിന് മുമ്പ് തീർക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. നമുക്ക് ലാഭം നോക്കിയിട്ടല്ല നമ്മളിത് ക്ലാസ്സസ് എടുക്കുന്നത്, ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ അതെന്തായാലും സജസ്റ്റ് ചെയ്യില്ല നിങ്ങൾ ഡയറക്റ്റ് വന്ന് പഠിക്കാനായിട്ട്. RRB മാത്രം നോക്കുന്നവർ, നിങ്ങൾ എല്ലാ എക്സാമും നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് ബാച്ചിൽ തന്നെ വന്ന് പഠിക്കാം, അത് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. പക്ഷേ RRBക്ക് വേണ്ടി നിങ്ങൾ ഡയറക്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. CBT 1 സിലബസ് ഒന്ന് കാണിക്കുമോ? CBT 1 സിലബസ് ഇപ്പം ജോയിൻ ചെയ്ത ആളാണെന്ന് തോന്നുന്നു. ഇതാണ് CBT 1ൻ്റെ സിലബസ് കേട്ടോ. ഇതാണ് CBT 1ൻ്റെ സിലബസ്. നിങ്ങൾ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. RRB ക്ലാസ് എടുക്കുകയില്ല, സാറുമാർ നല്ലപോലെയാണ് പഠിപ്പിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു സേതുലക്ഷ്മി. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സേതുലക്ഷ്മി, മാരിയ വിമലും ഒക്കെ. കേരള PSC ആണോ? ചെയ്യുന്നു. ഓക്കെ താങ്ക് യു സേതുലക്ഷ്മി, താങ്ക് യു. സർ, കേരള PSC ഓവർസിയർ പോർഷൻസിന് നോക്കിയാൽ മതിയോ? ടെക്നിക്കൽ ഓവർസിയർ ലെവലിൽ നോക്കിയാൽ മതിയോ? എന്ന് പോരാ. അത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക കേട്ടോ. ഓവർസിയർ ലെവലിൽ നോക്കിയാൽ പോരാ. കാരണം അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് CBT 2 വെർച്വൽ കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ് എന്ന്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് പ്രതീക്ഷിക്കുന്നതാവും നല്ലത്. ഓവർസിയർ ലെവലിൽ നോക്കി പോയി കഴിഞ്ഞാൽ അത്യാവശ്യം പണി കിട്ടും. ഒരു SSC ലെവൽ നോക്കണം. TVM സോണിൽ എഴുതിയാലും പ്രൊമോഷൻ കിട്ടുമ്പോൾ ചെന്നൈ പോകേണ്ടി. ആക്ച്വലി തിരുവനന്തപുരം സോണിലെ കുറച്ച് ഭാഗം, തമിഴ്നാട്ടിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരും കേട്ടോ. തിരുനെൽവേലി ആ ഭാഗമൊക്കെ വരും. അല്ലാതെ കേരളത്തിൽ തന്നെ നിൽക്കാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. തിരുവനന്തപുരം സോണിൽ തമിഴ്നാട്ടിലെ കുറച്ച് സ്ഥലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, CBT 2ൻ്റെ കൂടെ കാണിക്കാവുന്നു. ഓക്കെ സർ, സിവിലിയൻസിൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടോ? അത് തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ പണിപ്പുരയിലാണ്. ഉറപ്പായിട്ടും മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ക്ലാസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ടായി. നോൺ ടെക്നിക്കലിൻ്റെ ക്ലാസ്സിനെ പറ്റിയാണ് പരാമർശിക്കുന്നതെങ്കിൽ ക്ലാസ് ഓൾറെഡി തുടങ്ങി. പക്ഷേ നഷ്ടപ്പെട്ട് മീൻസ് കുറേ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് കിട്ടും. ഇനി വരാൻ പോകുന്ന ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ.
CBT2-ൽ വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റ് പറയാൻ മുതൽ അതാണ് കാണുന്നത്. CBT2-ന്റെ വെയിറ്റേജ് ഇതുണ്ടോ മാർക്ക്. ജനറൽ അവയർനെസ് 15 മാർക്ക്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 മാർക്ക്. ഇത് സ്ക്രീനിൽ കാണാം കേട്ടോ. ആഫിയ ഫാത്തിമ. ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്ക്. ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ക്ലാസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? നോൺ ടെക്നിക്കൽ ലൈവാണ്, ടെക്നിക്കൽ പോർഷൻസ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ കോഴ്സിന് എൻറോൾ ചെയ്യുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ മൊത്തം കിട്ടും ഒരുമിച്ച്. ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലാസ്സസ് ആണ്, നമ്മൾ കുറച്ചായിട്ട് തരികയല്ല. നോൺ ടെക്നിക്കൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് ആണ്. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് അപ്പം തന്നെ കിട്ടും. പിന്നെ ഓരോ ദിവസവും വൈകുന്നേരം 6-6:30ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. എബിൻ ജോർജ്, ടെക്നിക്കലിൻ്റെ ക്രാഷ് കോഴ്സ് കാണുമോ? നിലവിൽ ക്രാഷ് കോഴ്സ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം ഫുൾ കോഴ്സായിട്ടാണ് കൊടുക്കുന്നത് ടെക്നിക്കൽ. അത് നിങ്ങൾക്ക് ഫുള്ളി റെക്കോർഡഡ് ആയിട്ടാണ് കിട്ടുന്നത്. എല്ലാ പോർഷൻസ്, സിവിലിൻ്റെ എല്ലാ പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം, എല്ലാത്തിൽ നിന്നും വെയിറ്റ്, അതിൽ നമുക്ക് വെയിറ്റേജ് പറയാൻ പറ്റില്ല. എല്ലാ പോർഷൻസും ഒരുപോലെ പഠിക്കേണ്ടതാണ് കേട്ടോ. കഴിഞ്ഞോ ഡൗട്ടൊക്കെ? ടെക്നിക്കലിൻ്റെ സിലബസ് അവരുടെ സൈറ്റിലുണ്ടോ? ഇല്ലില്ല, അവരുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല. നിലവിൽ ഇല്ല. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ടതേ. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്, ടെൻഷൻ വരുന്നത്. കാരണം സാധാരണഗതിയിൽ പിള്ളേർ പറയുന്നൊരിതാണ്, സാറേ എനിക്ക് നീങ്ങാത്ത എന്താ? നിങ്ങൾ സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇവരെന്തെടുക്കും, നേരെ പോയി റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ബുക്ക് ഇഞ്ഞ് വാങ്ങിക്കും. ഒരുപാട് ബുക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ചിലതൊക്കെ നല്ലതാണ്, ചിലത് വളരെ മോശമാണ്. എന്നിട്ട് ഈ ബുക്ക് ഇവർ തന്നെ അങ്ങ് പഠിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഈ ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവർ പഠിക്കാൻ നോക്കും, ഏതെങ്കിലും റെഫറൻസ് ഒക്കെ വെച്ച്. നമ്മളുടെ സമയം എങ്ങനെ കളയാം എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു തെറ്റ് വരുത്തരുത്. സാറ് തരുന്ന നോട്ട്സ് എല്ലാം അതേപോലെ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ RRB ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ പറ്റുമല്ലോ, അതിലെന്താ സംശയം? ഇന്നും കൂടെ ഒരു റിസൾട്ട് വന്നു, അറിഞ്ഞായിരുന്നോ? പോസ്റ്റ് ഏതാണെന്നറിയില്ല, വർക്ക്ഷോപ്പ് സൂപ്രണ്ടനാണെന്ന് തോന്നുന്നു. അതിലും ഇവിടെ പഠിച്ച കുട്ടിക്ക് തന്നെയാണ് 1ാം റാങ്ക് കേട്ടോ. ഇനിയിപ്പോൾ കഴിഞ്ഞ വട്ടത്തെ ഇത് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇത് കണ്ടില്ലായിരുന്നു, ഞാൻ അവസാനം കാണിച്ചായിരുന്നല്ലോ. കഴിഞ്ഞ വട്ടം ഇവിടെ പഠിച്ച കുട്ടികളുടെ ഇത് കഴിഞ്ഞ വട്ടത്തെ റിസൾട്ടാ. കേരളത്തിൽ നിന്ന് മൊത്തം ഏകദേശം 60 എങ്ങാണ്ട് ആൾക്കാരെ ക്വാളിഫൈ ചെയ്തിരുന്നുള്ളൂ. അപ്പം അതിൽ 30-ലധികം ആൾക്കാരും, 38 39 അത്രയും പിള്ളേർ നമ്മളുടെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഉണ്ടല്ലോ 33 ഇതൊക്കെ ഇവിടെ പഠിച്ച കുട്ടികളാണ്. എല്ലാവരും മറന്നുപോയി. ജാസ് ഉണ്ട്, ആൻസി ഉണ്ട്, സിന്ധിയ ഉണ്ട്, നിതിനുണ്ട്, കുറേ പേരുടെ പേര് മറന്നുപോയി. ശ്രാവൺ ഉണ്ടാവണം, ശ്രാവൺ ഇവിടെ എവിടെയോ ഉണ്ട്. ഇതെല്ലാം ഇവിടെ പഠിച്ച കുട്ടികൾ തന്നെയാണ്. കൃഷ്ണപ്രിയ, അഞ്ജന, ജ്യോതിസ്, ഇതൊക്കെ ഇവിടെ പഠിച്ച കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് തരുന്ന നോട്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളത് തന്നെ ഏറ്റവും നല്ല തെളിവല്ലേ. ഇവരൊക്കെ ഇവിടുന്ന് തന്നെ നോട്ട്സാണ് പഠിച്ചത് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞോ? നിങ്ങളുടെ ഡൗട്ടെല്ലാം കഴിഞ്ഞോ? അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റിൻ്റെ എക്സാം എങ്ങനെയാണെന്ന് പറയാമോ? അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റിൻ്റെ നമുക്ക് കോച്ചിങ് കൊടുക്കുന്നില്ല കേട്ടോ. അതിനെപ്പറ്റി വലിയ ധാരണ എനിക്കില്ല. വേണമെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഇപ്പോൾ ഡൗട്ടെല്ലാം കഴിഞ്ഞെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. ചിട്ടയായിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് റിസൾട്ട് ഉറപ്പല്ലേ നിങ്ങൾക്ക്? എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ വളരെ നിഷ്കളങ്കമായിട്ട് എനിക്ക് തോന്നി. ലാസ്റ്റ് ആരായിരുന്നു ആ ചോദ്യം ചോദിച്ചത്? ഒന്ന് മുകളിലോട്ട് എടുക്കുമോ മെസ്സേജ്? ഇവിടുന്ന് തരുന്ന ശ്രുതിയാണെന്ന് തോന്നി. ഇവിടുന്ന് തരുന്ന നോട്ട്സൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ?
ഒരു സംശയവും വേണ്ട ശ്രുതി. ഇവിടുന്ന് തരുന്ന നോട്ട്സ് പഠിച്ചിട്ട് തന്നെയാണ് ഇപ്പം സിവിലിയൻസിൻ്റെ 41ആണോ എന്നറിയില്ല, 41ാമത്തെ ഫസ്റ്റ് റാങ്ക് ആണ് ഇന്ന് വന്നത്. അവരെല്ലാം ഈ നോട്ട്സ് വെച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ എക്സാം ചില എക്സാംസിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരിക്കും, ചിലത് ഏതായാലും ഒരേ പോർഷൻ തന്നെയല്ലേ, അവർക്കത് കട്ടി കൂട്ടിയും ചോദിക്കാം കട്ടി കുറച്ചും ചോദിക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. ഇവിടുന്ന് തരുന്ന നോട്ട്സ് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട കേട്ടോ. ഇവിടുന്ന് തരുന്ന നോട്ട്സിന് അനുസരിച്ചിട്ടുള്ള ഇത്രയും ആൾക്കാർക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ലേ? തീർച്ചയായിട്ടും പറ്റും. കറക്റ്റായിട്ട് നിങ്ങൾ ചിട്ടയായിട്ട് പഠിച്ചാൽ മതി. കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹാർഡ് വർക്കിനേക്കാൾ ഒരു സ്മാർട്ട് വർക്കായിട്ട് മൂവ് ചെയ്യുക. നിങ്ങളുടെ സമയം ഫലപ്രദമായി ഉപയോഗിക്കുക. ഇത്ര സമയം ഇരുന്ന് പഠിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല, ഇത്ര പോർഷൻ തീർക്കുന്നതിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്ര പോർഷൻസ് തീർക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മിക്ക ആൾക്കാരും ഞാൻ 5 മണിക്കൂർ ഇരുന്ന് പഠിക്കാറുണ്ട് സാറേ, എന്നിട്ടും എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കാറുണ്ട് സാറേ, എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരുടെ പഠന രീതിയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ സമയം ഭംഗിയായിട്ട് വിനിയോഗിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്ക് ചെയ്യുക. വെയിറ്റേജ് കൂടുതലുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റൊക്കെ കൂടുതലായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും സിവിലിയൻസിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. സിവിലിയൻസിൻ്റെ ഈ അടുത്ത സമയത്ത് സിവിലിയൻസിൽ കേരളത്തിൻ്റെ PSCയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു 100-ൽ 100 ഒരാൾ വാങ്ങിക്കുകയുണ്ടായി. അതറിഞ്ഞായിരുന്നോ? ആരാ ദേവിക. കേരളത്തിൻ്റെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അദ്വൈത് വിലാസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ്. പുള്ളിക്കാരൻ റെക്കോർഡഡ് ക്ലാസ് മാത്രമാണ് എടുത്തത് കേട്ടോ. പുള്ളി ലൈവ് ഒന്നും അല്ല, റെക്കോർഡഡ് മാത്രമാണ്. പുള്ളിക്കാരൻ അതായിരുന്നു കംഫർട്ടബിൾ. എന്നും പറഞ്ഞ് എല്ലാവരും ഇനി ലൈവ് വേണ്ട, ഇനി റെക്കോർഡർ മാത്രം എടുത്താൽ മതി എന്നൊന്നും ചിന്തിക്കേണ്ട. ഇപ്പം ഇന്ന് റാങ്ക് കിട്ടിയ കുട്ടി ലൈവ് പ്ലസ് റെക്കോർഡർ എടുത്ത കുട്ടിയാണ്. ഇപ്പം എല്ലാ ആൾക്കാർക്കും എല്ലാ കോഴ്സിൽ നിന്നും ചാൻസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നതാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. എങ്ങനെ നിങ്ങളുടെ സമയം വിനിയോഗിക്കുന്നു എന്നതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംശയം ഒക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. ഇനി മാറിയില്ല എങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്, എന്നെയോ അല്ലെങ്കിൽ സിവിലിയൻസിനെയോ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. വേറൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് എക്സാമൊക്കെ ക്രാക്ക് ചെയ്യുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഓരോ ദിവസവും ചിട്ടയായിട്ട് നിങ്ങളുടെ സമയം വിനിയോഗിച്ചാൽ മാത്രം മതി. നിങ്ങൾക്കും നല്ല ചാൻസ് തന്നെയുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ കേരളത്തിലല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോച്ചിങ് സെൻറ്ററിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.